ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് വീഡിയോയിലോട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ കൺവെൻഷണൽ സോഴ്സിൽ ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ ഫ്യൂവൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഫ്യൂവലിലേക്ക് യുറാനിയം 235 ഒക്കെ എടുക്കുമ്പോഴത്തേന് അവിടെ അതിന്റെ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് അത് ഫിഷൻ നടക്കുകയും ഫിഷൻ കാരണം ഒരു ഇനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാ പറയാം. അപ്പൊ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഫ്രം ഫിഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഫ്രം ഫിഷൻ ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് സ്റ്റീം. ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ കറങ്ങും. ടർബൈൻ വെച്ചിട്ട് ഓൾട്ടർനേറ്റർ അതിന്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ പാർട്ട്. പിന്നെ നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റീം ടർബൈൻ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മളുടെ ഈ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ള ഒരു പ്രഷർ വെസലാണ്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഫ്യൂവൽ റോഡ്സ് ഉണ്ട്. അതാണ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂവൽ റോഡ്സ് കാണിച്ചിരിക്കുന്നത് എന്താണ്? യുറാനിയം 235 ആണ് കാണിച്ചിരിക്കുന്നത്. ആ യുറാനിയം 235 നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് യു സി ഒരു റോഡ് കോൾഡ് എസ് മോഡറേറ്റർ. അത് യൂഷ്വലി നമ്മൾ ഗ്രാഫൈറ്റ് ഒക്കെയാണ് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ള സാധനം എന്ന് പറയുന്നത്, ഈ മോഡറേറ്റർ എന്താ ചെയ്യുക? അത് നമ്മുടെ ന്യൂട്രോൺസിനെ, ഫിഷന്റെ ടൈമിലുള്ള ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ യുറാനിയം ന്യൂക്ലിയർ ആയിട്ട് ബോംബാർഡ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാല് റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവായിരിക്കും, മോഡറേറ്റ് ചെയ്യും റിയാക്ഷന്, അല്ലെങ്കിൽ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് അത് പോകും. പിന്നെ വേറൊരു സാധനമാണ് കൺട്രോൾ റോഡ്. കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ കൺട്രോൾ റോഡ് ഉണ്ടാക്കുന്നത് കാഡ്മിയം വെച്ചിട്ട്. അപ്പൊ സി എന്ന് ഓർത്താൽ മതി. കൺട്രോൾ റോഡ് കാഡ്മിയം, മോഡറേറ്റർ ഗ്രാഫൈറ്റ് ആണ്. ഈ കൺട്രോൾ റോഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൺട്രോൾ ദി റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ കൺട്രോൾ റോഡ് ഇങ്ങനെ താത്തുകയും ചെയ്യാം, അതുപോലെ പൊക്കുകയും ചെയ്യാം, പുഷിങ് ആൻഡ് പുള്ളിങ് ഔട്ട്. അപ്പൊ അത് വെച്ചിട്ട് വി ക്യാൻ കൺട്രോൾ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദ കൺട്രോൾ റോഡ് ബൈ പുഷിംഗ് ആൻഡ് പുള്ളിങ്. അത് വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്, അപ്പോൾ എനർജി കൂടുതൽ വേണം, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടാം, അല്ലെങ്കിൽ കുറച്ച് മതി എന്ന് വെച്ചാൽ കുറക്കാം. അപ്പൊ ആസ് പെർ ദ ലോഡ് വി ക്യാൻ കൺട്രോൾ ദി കെമിക്കൽ റിയാക്ഷൻ. പിന്നെ അടുത്തത് വരുന്നതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ നാച്ചുറലി ഇവിടുന്ന് എന്തുണ്ടാവും? നമുക്ക് ഇവിടെ ഹൈ ഫിഷൻ കാരണം ഹൈ ഹീറ്റ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിലുണ്ടാവും. പിന്നെ നമുക്ക് വരുന്ന സാധനമാണ്, നമുക്കൊരു എന്ത് വേണം? ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ജനറേറ്റർ ഇൻ ദ റിയാക്ടർ ഇസ് ട്രാൻസ്ഫേർഡ് ടു എ കൂളന്റ്. ഒരു കൂളന്റ് വഴിയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യണത്. ഈ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യണത് നമുക്ക് ഹെവി വാട്ടർ, മോൾട്ടൺ സോഡിയം ഒക്കെ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു പമ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കൂളന്റ് ഞാൻ പറഞ്ഞല്ലോ, ഹെവി വാട്ടറിലെ മോൾട്ടൺ സോഡിയം ഈ പമ്പ് വഴി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ എന്തായിരിക്കും? ഹോട്ട് ആയിരിക്കും. അങ്ങനെ ഇത് വഴി ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പോകുമ്പോൾ ഹീറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉള്ളിൽ കൂടെ എന്താ വേറെ വരിക? കൂളന്റ് പാസ് ചെയ്യിക്കും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ പോണത് വാട്ടർ ഉണ്ടാവും. അപ്പൊ എന്നുവെച്ചാല് വാട്ടർ ഈ കൂളന്റിന്റെ ചൂട് എടുത്തിട്ട് ആ വാട്ടർ എന്താവും? ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹൈ പ്രഷർ സ്റ്റീം. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റീം ടർബൈൻക്കുള്ള സ്റ്റീം കിട്ടും. സ്റ്റീം ടർബൈന് ഈ സ്റ്റീം വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് വാട്ടർ വരും. അപ്പൊ ഈ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വാട്ടറാണ് സ്റ്റീം ആവുന്നത്. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് പിന്നെ എന്താ യൂസ് ചെയ്യുക? ടർബൈൻ കറങ്ങുന്നു. ടർബൈൻ ഇസ് കപ്പിൾ ടു ദ ജനറേറ്റർ. അപ്പൊ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ ഓരോ സാധനം, ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്നും, പിന്നെ അതുപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്താണെന്നും, സ്റ്റീം ടർബൈൻ എന്താണെന്നും ഇപ്പൊ പറഞ്ഞ ഞാൻ ഫുൾ സാധനം ഇതൊരു നോട്ടായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങളെ PPT റെഫർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? ഫ്യൂവൽ കൺസപ്ഷൻ കുറച്ച് മതി. ചെറിയ യുറാനിയം 235 ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ നടക്കാം. പക്ഷെ അത് ഫ്യൂവൽ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പൊ ലോ ഫ്യൂവൽ കൺസംഷനുള്ളൂ. അപ്പോൾ ഒരു ഇത്ര ഹൈ എനർജി ഉണ്ടാവും. അപ്പോൾ കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് സിംഗിൾ യൂണിറ്റ് സ്ക്വയർ ലെസ്. പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ചെറിയൊരു ഏരിയ മതി കമ്പയർഡ് ടു ബാക്കിയുള്ള കൺവെൻഷണൽ സോഴ്സ്. പക്ഷെ അതിന്റെ സെക്യൂരിറ്റിയും അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ദിസ് സ്റ്റേഷൻ ഡസ് നോട്ട് റിക്വയർ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം മതി. നമ്മളിപ്പോ ന്യൂക്ലിയർ റിയാക്ടർ ഒരു വാട്ടർ സോഴ്സിന്റെ അടുത്ത് കൺസ്ട്രക്ട് ചെയ്യണമെന്നില്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത്രയും ഒരു നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അതിനെക്കൊണ്ട് നമുക്ക് ലോഡ് സെന്ററിന്റെ അടുത്ത് കൊണ്ടുവെക്കുന്നതിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ സെക്യൂരിറ്റി നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഡിസഡ്വാൻറ്റേജ് എന്താ, നമുക്ക് റെഡിലി അവൈലബിൾ ആണ്, പിന്നെ കുറച്ചാണെങ്കിലും കോസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് മതി ഹൈ എനർജി ഉണ്ടാക്കാൻ. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ടിങ് ഇസ് വെരി ഹൈ. കാര്യം എന്താ, ഒരു ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ എല്ലാ കൺസ്ട്രെയിൻസും നോക്കിയിട്ട് വേണം ന്യൂക്ലിയർ റിയാക്ടർ സെറ്റ് ചെയ്യാൻ. പിന്നെ ഇറക്ഷൻ ആൻഡ് കമ്മീഷൻ ഓഫ് ദിസ് പ്ലാന്റ് ഇസ് മച്ച് കോംപ്ലിക്കേറ്റഡ്. ട്രെയിൻ പേഴ്സൺസ് വേണം. ഫിഷൻ ബൈ പ്രൊഡക്ട്സ് ആ റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ, അല്ലെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും അല്ലാത്ത ഏത് ലിവിംഗ് ബീങ്ങിന്റെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ നമ്മൾ നല്ലോണം നോക്കണം. മെയിൻ്റനൻസ് കോസ്റ്റ് ഹയർ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അറിയില്ലേ, നമുക്കൊരു ഇത് വന്നപ്പോ ന്യൂക്ലിയർ കൂടംകുളത്തിൽ വന്നപ്പോഴത്തേന് ആൾക്കാരെ കുറെ ഒപ്പോസിഷൻ വന്നത് ശരിക്കും നമുക്ക് കിട്ടണേ വളരെ വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ നമ്മളുടെ ആക്ടിവിസ്റ്റുകളും അങ്ങനെയൊക്കെ ഒപ്പോസിഷൻ വന്നിരുന്നു കൂടംകുളം. അങ്ങനെ അത് തമിഴ്നാട്ടിലേക്ക് പോയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്.